എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ. നമ്മൾ ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയെപ്പറ്റി കേട്ടിട്ടുണ്ടല്ലേ? നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. അദ്ദേഹത്തിൻ്റെ ഈ പ്രപഞ്ചനാഥൻ്റെ ഒരു അവതാരം തന്നെയാണ് ഉഗ്ര നരസിംഹമൂർത്തി അവതാരം. അതിനുശേഷമുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങളാണ് നമുക്കൊന്ന് നോക്കാം വിചാരിക്കുന്നത്. നമ്മൾ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ആസ്ഥാനമാണ് വൈകുണ്ഠം. അവിടുത്തെ കാവൽക്കാരാണ് ജയനും വിജയനും. ആ സമയത്താണ് സനകാദികൾ വന്നത്. എന്നും കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് തന്നെ ഇരിക്കാൻ ബ്രഹ്മദേവൻ്റെ മക്കളാണ്, സന്തതികളാണ്. ഒരു പക്ഷേ സനന്ദൻ, സനാതനൻ, സനകൻ, സനത് കുമാരൻ, അങ്ങനെ പറഞ്ഞ 4 പേരാണ്. അവർ വന്നു ഭഗവാനെ കാണണം. അവർക്കെന്ന് പറഞ്ഞാൽ പരമജ്ഞാനികളാണ്, ബ്രഹ്മജ്ഞാനികളാണ്. അവർക്ക് എവിടെയും എപ്പോഴും കയറി ചെല്ലാം. പക്ഷേ എന്ത് സംഭവിച്ചു? ജയനും വിജയനും അത്തേക്ക് വിട്ടില്ല. പോകാൻ പറ്റില്ല, ഇവിടെ നിൽക്കൂ, ഭഗവാന്റെ അനുവാദം ചോദിച്ചിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾക്കും ഭഗവാന്റെ അനുവാദം വേണമെന്നൊന്നുമില്ല, ഞങ്ങൾക്കല്ലാതെ പോകാൻ വഴിമാറും എന്ന് പറഞ്ഞാൽ അവർ വിട്ടില്ല. അപ്പം ഇവരങ്ങ് ഉഗ്രശാപം കൊടുക്കുകയാണ്. അസുരന്മാരാ ഭരിക്കും, നീ അസുരന്മാരായി ജനിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ അവിടെ എത്തി. കാരണം ഇതൊക്കെ ഭഗവാന്റെ ഒരു നിശ്ചയം തന്നെയാണ് കേട്ടോ. ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ സങ്കല്പമില്ലാതെ ഒരു പുൽക്കൊടി പോലും അനങ്ങില്ല, അതുറപ്പായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഭഗവാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞു, എന്തായാലും മുനിമാർ ശപിച്ചു പോയി, സനകാദികളുടെ ശാപം വെറുതെ ആവില്ല. നിങ്ങൾക്ക് 7 ജന്മം കൊണ്ട് ജനിച്ച് നല്ലവരായി ജനിച്ച് അങ്ങനെ തിരിച്ച് ഇവിടേക്ക് വരണോ, അത് 3 ജന്മം കൊണ്ട് അസുരന്മാരായി ജനിച്ച് ദുഷ്ടബുദ്ധിയോടുകൂടി ജനിച്ച് ഇവിടേക്ക് തിരിച്ച് വരാൻ വേണോ, എന്ത് വേണം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഭഗവാനെ വിട്ട് പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ. ജയവിജയന്മാർ അത്രയ്ക്ക് ഭഗവാന്റെ ഭക്തരാണ്, കാവൽക്കാരുമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 3 ജന്മം കൊണ്ട് ഞങ്ങളുടെ പാപം തീർക്കണം, ഞങ്ങൾ അറിവില്ലാതെ ചെയ്തു പോയതാണ്, ഞങ്ങൾക്കത് ഭവിഷ്യത്ത് മനസ്സിലായി, അതുകൊണ്ട് ഞങ്ങൾക്കൊരു 3 ജന്മം കൊണ്ട് ഞങ്ങൾ തീർത്തോളാം. അങ്ങനെയാണ് അവർ കൃതയുഗത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, ത്രേതായുഗത്തിൽ രാവണനും കുംഭകർണനും, ദ്വാപരയുഗത്തിൽ ദന്തവക്തർണനും ശിശുപാലനുമായിട്ട് ജനിച്ചത്. ഭഗവാന്റെ കൈകൾ കൊണ്ട് തന്നെയാണ് അവർക്ക് ബന്ധം അവർ സ്വീകരിച്ചത്. അവരുടെ പാപഭാരം തീർന്ന് വന്നു. അപ്പോൾ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും കൃതയുഗത്തിൽ വന്ന സമയത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ എന്താണ്, ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ ഇങ്ങനെ അട്ടഹസിച്ച് നടക്കുകയാണ്, അഹങ്കാരത്തിൻ്റെ മതം പൊട്ടി നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഭൂമിദേവിയെ തന്നെ ഒളിപ്പിച്ച് പാതാള ലോകത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അതിപ്പം ഭൂമിക്ക് പ്രശ്നമായി, ദേവന്മാർക്ക് പ്രശ്നമായി, എല്ലാവരും കൂടെ വന്നപ്പോൾ ഭഗവാനാണ് പിന്നെ സൂക്കര അവതാരം, അതായത് പന്നിയുടെ അവതാരം അതെടുത്തിട്ട് വരാഹ അവതാരം എടുത്ത് തേറ്റമേലിൽ വന്ന് ഈ ഭൂമിദേവിയെ മേലേക്ക് ഉയർത്തി ഭൂമിദേവിയെ രക്ഷിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു? ഹിരണ്യാക്ഷനെ വധിച്ചു. ഇതറിഞ്ഞ ഹിരണ്യകശിപുവിന് സഹിക്കാൻ വയ്യ, എൻ്റെ സഹോദരനെ വധിക്കാൻ അവൻ എന്താ അവകാശം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അദ്ദേഹം കഠിനമായ തപസ്സിലങ്ങ് പോയി ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ. ബ്രഹ്മദേവനെ തപസ് ചെയ്ത സമയത്ത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ കയതു ഗർഭിണിയാണ്. അവർക്ക് എങ്ങനെ പോകണമെന്നറിയില്ല, അവൾ സ്വാഭാവികമായ ഒരു സ്ത്രീയാണ്. അവർക്ക് പക്ഷേ നാരദ മുനിയുടെ ആശ്രമത്തിലാണ് അഭയമുണ്ടായിരുന്നത്. നാരദ മുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നാരായണ നാരായണ നാരായണ, അത് മാത്രമേ അദ്ദേഹത്തിന് ജപമുള്ളൂ, എവിടെയും എപ്പോഴും ഏത് സമയവും. അദ്ദേഹം അത് ജപിക്കുന്നത് കേട്ട് ആ അമ്മയുടെ ഉള്ളിലുള്ള കുഞ്ഞു പോലും, കാരണം ഗർഭാവസ്ഥയിലും കുഞ്ഞിന് ബോധമുണ്ടെന്നുള്ളത് നമുക്കറിയാം, ആ കുഞ്ഞു പോലും ഉറച്ച നാരായണ ഭക്തനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിധിയുടെ ലീലാവിലാസങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും ദുഷ്ട നടക്കുന്ന ഹിരണ്യകശിപുവിനാണ് ഇങ്ങനൊരു കുഞ്ഞ് വരുന്നത്. അപ്പോൾ ഹിരണ്യകശിപു ബ്രഹ്മദേവനോട് വരം വാങ്ങിച്ചിരിക്കുന്നത്, എന്നെ ആരും കൊല്ലാൻ പാടില്ല, എനിക്ക് മഹാവിഷ്ണുവിനെ കൊന്ന് തുണ്ടമാക്കണം, എന്നെ ആരും വധിക്കാൻ പാടില്ല, ദൈവം പാടില്ല, മനുഷ്യൻ പാടില്ല, മൃഗം പാടില്ല, പക്ഷി പാടില്ല, മനുഷ്യൻ പാടില്ല, മൃഗം പാടില്ല, ഇങ്ങനെ എന്ത് കാര്യങ്ങൾ, പിന്നെ വീടിനകത്ത് വെച്ച് പാടില്ല, പുറത്ത് വെച്ച് പാടില്ല, മരണം സംഭവിക്കാതിരിക്കാനാണ് പറയുന്നത്. രാത്രിയിൽ മരണം പാടില്ല, പകൽ മരണം പാടില്ല, അതുകൊണ്ട് എന്ത് ആയുധങ്ങൾ കൊണ്ട് പാടില്ല, വെറും കൈയോടെ പാടില്ല, ഇങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് കൊണ്ട് വെച്ചിട്ടാണ് ബ്രഹ്മദേവനോട് തപസ് ചെയ്ത് വരം വാങ്ങിക്കുന്നത്. ബ്രഹ്മദേവൻ പറഞ്ഞു, ശരി, നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ബ്രഹ്മദേവനതല്ലേ പറയാൻ പറ്റുള്ളൂ, കഠിന തപസ്സിലാണ്. അങ്ങനെ അദ്ദേഹം വിജയശ്രീയിൽ അളിതനായി തിരിച്ചു വരികയാണ് ഹിരണ്യകശിപു. അങ്ങനെ വന്ന് അദ്ദേഹം പറഞ്ഞു, ഇവിടെ വിഷ്ണു നാമം എന്ന് പറഞ്ഞ് ഇവിടെ കേൾക്കരുത്, എല്ലാം വിഷ്ണുവിൻ്റെ ഒരു നാമം അവിടെ കേൾക്കാൻ പാടില്ല, ഞാനാണ് ഏറ്റവും
ശക്തിയുള്ള ദൈവം, എൻ്റെ നാമം ജപിക്കും എല്ലാവരും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം രാജഭരണം നടത്തുകയാണ്. അപ്പോഴാണ് മകനെ വിളിച്ചു, മകനെ നിനക്ക് വിദ്യാഭ്യാസമൊക്കെ വേണ്ടേ, നീ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചു. അവരുടെ ആ ഒരു ചെറിയ ബാല്യകാലത്തിലുള്ള പഠനമെല്ലാം. അപ്പം നമുക്ക് അറിയാം ഇന്നത്തെ പോലെയൊന്നും അല്ല അന്നത്തെ പഠനമെല്ലാം വരുന്നത്. അങ്ങനെ പോയി ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, കുഞ്ഞെ നീ എന്തൊക്കെയാണ് പഠിച്ചത്? നാരായണനാണ് സർവ്വം. ദൈവമേ, ഈ ഉത്തരം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കലി കയറി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിക്കുമോ, ഗുരുവിനെ ഇങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. ഗുരുവിനെ വിളിച്ചു പറഞ്ഞു, ഇതാണോ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? ഞാൻ എന്താ പറയാൻ പറഞ്ഞത്? നാരായണ എന്ന് ഇവിടെ കേട്ട് പോരും ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങളെന്ത് പഠിപ്പിച്ചു? പറഞ്ഞു, എൻ്റെ ദേവാ, ഞാനൊന്നും പറഞ്ഞു കൊടുത്തതല്ല, ഈ കുഞ്ഞ് തന്നെ പറയുന്നതാണ്. കുഞ്ഞ് മറ്റുള്ള കുട്ടികളെയും കൂടി ഇത് തന്നെ പറഞ്ഞു കൊടുപ്പിക്കുക. ഒറ്റ അക്ഷരത്തിന് വേണ്ടി പോരുത്. മേലിൽ ഇപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ ഒരു മാസം കൂടെ സമയം തരും, അത് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ശരിയാക്കി പഠിപ്പിച്ചുകൊണ്ട് വരണം. എവിടെ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആ ഗർഭാവസ്ഥയിൽ കിടന്ന കുഞ്ഞ് ആ സമയത്ത് തന്നെ കേട്ടത് അദ്ദേഹത്തിൻ്റെ മനസ്സിലങ്ങ് ഉറച്ചിരിക്കുകയാണ്. നാരായണ ഭക്തി അല്ലാതെ വേറൊന്നുമില്ല. നാരായണ നാരായണ നാരായണ, ഇത് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഉള്ളൂ. പ്രഹ്ലാദനാണ്, ഭക്തപ്രഹ്ലാദനാണ്. അപ്പോൾ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മാസം കൂടെ കഴിഞ്ഞ് നോക്കിയപ്പോഴും യാതൊരു മാറ്റവും ഇല്ല. കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയുള്ള പല ഉപായങ്ങളും നോക്കി. അഗ്നിയിലെറിഞ്ഞു, പാമ്പിനെ കൊണ്ട് ഘടിപ്പിച്ചു, സമുദ്രത്തിലെറിഞ്ഞു, ഇങ്ങനെ പല കാര്യങ്ങളും നോക്കി. പക്ഷേ അവിടെ നിന്നെല്ലാം ശ്രീമൻ നാരായണൻ തന്നെയാണ് രക്ഷിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആശ്രിതന്മാരെ ഉപദ്രവിക്കുന്നത് ഒരിക്കലും ഭഗവാൻ ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. ഭഗവാൻ അവിടെ രക്ഷകനായി വന്നിട്ടുണ്ടാവും. പ്രപഞ്ചനാഥൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ആരോരുമില്ലാതെ അദ്ദേഹത്തെ മാത്രം വിളിച്ച് കഴിയുന്നവരെ അദ്ദേഹം തന്നെ രക്ഷിക്കുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് വൈരാഗ്യവും വാശിയും കൂടി ഹിരണ്യകശിപിന്. ഹിരണ്യകശിപു ചോദിച്ചു, എവിടെടാ നിൻ്റെ നാരായണൻ, പറയടാ. അപ്പം കുഞ്ഞു പറഞ്ഞു, അദ്ദേഹം സർവ്വവ്യാപിയാണ് അച്ഛാ, സർവ്വത്തിലും നിറഞ്ഞിരിക്കുക. അപ്പോൾ ഒരു തൂണവിടെ ഉണ്ട്, ഈ തൂണിലുണ്ടോടാന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം തൂണിലും തുരുമ്പിലും ഉണ്ട് അച്ഛാ എന്ന് പറഞ്ഞു. കലി കയറി ഹിരണ്യകശിപു ഗദയെടുത്ത് ഒരൊറ്റ അടി ആ തൂണിന് വെച്ച് കൊടുത്തു. ഭക്തൻ്റെ വാക്ക് പാലിക്കണം എന്നുള്ളത് ഭഗവാന്റെ കൂടെ ആവശ്യമല്ലേ. എൻ്റെ ഭക്തൻ പറയുന്നത് വെറുതെ ആയി പോകാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ ആ തൂണ് രണ്ടായി പിളർന്ന് അത് ആ നരസിംഹരൂപമായിട്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ അവതാരമാണ് നരസിംഹാവതാരം. എങ്ങനെയാണ് ജനിക്കുന്നത്? ആ നാരായണീയത്തിൽ 25-ാം അധ്യായത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ദൂർജടിം ലോകൈകനാഥം നരസിംഹമാർജവ വീര്യപരാക്രമവാരിധിം അഷ്ടഭുജോഷ്മകാനന്ദ വിജൃംഭണം അഷ്ടഭുജോഷ്മകാനന്ദ വിജൃംഭം അഗ്നിനേത്ര. അങ്ങനെ വളരെ കാര്യമായിട്ട് നമ്മൾ ഓരോ ദംഷ്ട്ര ഇങ്ങനെ ഇന്ന് നല്ല തൂണുകൾ പോലെ, ഒലക്ക പോലത്തെ തൂണ്, നല്ല വടിവാൾ പോലത്തെ നാവ്, കണ്ണുകളിങ്ങനെ ജ്വലിച്ച് തീപ്പന്തങ്ങൾ പോലെ, ജഡ മുഴുവൻ വളർന്ന് ഇത് സിംഹമാണോ മനുഷ്യനാണോ ഒന്നും അറിയില്ല. പകുതി മനുഷ്യനും പകുതി സിംഹവുമായിട്ടാണ് വന്നിരിക്കുന്നത്. മനുഷ്യനാണോ അല്ല, മൃഗമാണോ അതുമല്ല. ആ രീതിയിലാണ് നഖങ്ങളെല്ലാം ഇങ്ങനെ വലിയ മൂർത്തുള്ള നഖങ്ങളാണ്. വളരെ ഒരു എന്താ പറയണ്ടേ, നരസിംഹം എന്ന് തന്നെ പറയുന്നത് നരനും സിംഹമായിട്ടുള്ള രൂപം. അങ്ങനെ കോപാകുലനായിട്ടാണ്. കാരണം എൻ്റെ ഭക്തനെ നീ ഇത്രയും ഉപദ്രവിച്ചു, ഞാൻ ഇതൊക്കെ കണ്ട് സഹിച്ചു, പക്ഷെ എപ്പോഴാണ് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ച് നീ അവനെ കൂടെ ഉപദ്രവിച്ചപ്പോൾ ഈ തൂണിലുണ്ട് തുരുമ്പിലുണ്ടെന്ന് അവൻ്റെ വാക്ക് സാധ്യമാക്കാൻ ഞാൻ വന്നിരിക്കുന്നതാണ് എന്നുള്ള രീതി തന്നെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അഗ്നി നേത്രമാണ്, കണ്ണിൽ കൂടി ഇങ്ങനെ അഗ്നിയാണ് വരുന്നത്. ഇത് കണ്ടപ്പോൾ ഒന്ന് ഹിരണ്യകശിപു ബോധം കിട്ടുപോയി. ഇത് ആദ്യ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ. എന്നാലും അദ്ദേഹത്തിൻ്റെ അസുര സ്വഭാവം ഉണർന്നു. കശ്യപ മഹർഷിക്ക് ദിതിയിലുണ്ടായ കുഞ്ഞുങ്ങളാണ് ഇവർ രണ്ടുപേരും, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. അദ്ദേഹം ആ ഒരു ആർജവമുണ്ട്, അദ്ദേഹത്തിൻ്റെ ശക്തിയുണ്ടല്ലോ, അങ്ങ് എഴുന്നേറ്റ് പിന്നെ അടിക്കാനായിട്ടല്ല ഓർത്താണ്. പക്ഷേ ഒരൊറ്റ പിടിയും പിടിച്ച് ഭഗവാൻ ആ കൈ, സിംഹത്തിൻ്റെ കൈ കൊണ്ട് ഒരൊറ്റ പിടുത്തങ്ങൾ പിടിച്ച് മടിയിൽ കിടത്തി. പടിയിലാണ് കിടത്തിയത്, ഉമ്മറപ്പടിയിൽ. അകത്തുമല്ല പുറത്തുമല്ല, വീടിന് രാത്രിയല്ല പകലല്ല, ത്രിസന്ധ്യയിലാണ്. അത് മനുഷ്യനല്ല മൃഗമല്ല, അതും സാധ്യമായി. പിന്നെന്താണ്, ആയുധങ്ങളുമില്ല, കൈകളുമില്ല. ആ നഖം കൊണ്ട് വയറ് പറിച്ച് കീറി ആ ചുടു ചോര അങ്ങ് കുടിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ ഞെട്ടിത്തരിച്ച് വിറച്ച് നിൽക്കുകയാണ്. കാരണം ഭഗവാൻ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ആ രൂപമെടുത്തു, അവിടെ വന്നു. ഓം ഉഗ്രം വീരം നരസിംഹം വിഷ്ണം ഭദ്രം. ഉഗ്രം വീരം മഹാവിഷ്ണു പറയുന്നുണ്ടല്ലോ, ആ മന്ത്രം തന്നെ അതങ്ങനെ രൂപമായിട്ട് വന്നിരിക്കുന്നതാണ്. ആ രൂപത്തിലേക്ക് നിൽക്കുമ്പോൾ ഈ രക്തം കുടിച്ച് കഴിഞ്ഞപ്പോൾ രജോ ഗുണം അങ്ങ് കൂടി അദ്ദേഹത്തിന്. പിന്നെ അങ്ങ് ഭീകര രൂപമായി. അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാതെ
ആ ഒരു ഭീകര രൂപമായി മാറിക്കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ ഞെട്ടിത്തിരിച്ചു. ഇങ്ങനെ ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ ലോകം അവസാനമാണ്, പിന്നെ നിലനിൽക്കാൻ പറ്റില്ല. കാരണം അത് സാധാരണ ഭഗവാന്റെ ഒരു അവതാരം എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ തിരിച്ചു വരണം. പക്ഷേ ഇത് രക്തം കുടിച്ചു കഴിഞ്ഞപ്പോൾ ആളുടെ സ്വഭാവം മാറി. എല്ലാ ഈശ്വരന്മാരും ദേവന്മാരും ആൾക്കാരും എല്ലാം കൂടി ചെന്ന് മഹാദേവനെ ശരണം പ്രാപിച്ചു. ഭഗവാനെ രക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ രൂപം മാറി, അദ്ദേഹത്തിൻ്റെ ഭാവം മാറി, ഞങ്ങൾക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല, ഈ തീപ്പന്തം പോലെ ജ്വലിക്കുകയാണ് ചുറ്റും, ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. മഹാദേവൻ ഒന്ന് ശാന്തമായി സ്മരിച്ച് വീരഭദ്രനെ ആദ്യം അയച്ചു. വീരഭദ്രനെ അറിയാമല്ലോ, ജട അടിച്ച് വീരഭദ്രനെ ഉണ്ടാക്കി നമ്മൾ ദക്ഷയാത്ര കണ്ടിട്ടുണ്ട്. അതേ വീരഭദ്രനെ അയച്ചു. വീരഭദ്രൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം, ഉഗ്ര നരസിംഹത്തിൻ്റെ രൂപം കണ്ടപ്പോൾ അദ്ദേഹം ഭയന്നു. എൻ്റെ മഹാദേവ, എനിക്ക് പറ്റില്ല, അദ്ദേഹത്തിന് മുന്നിൽ പോകാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ മഹാദേവൻ തന്നെ ഒരു കോടി സൂര്യന്മാരുടെ ശക്തി കാണിച്ചു. അദ്ദേഹം ശരഭേശ്വരനായി മാറി. ശരഭേശ്വരൻ എന്ന് പറയുമ്പോൾ 2 തല, 4 കൈകൾ, 8 കാലുകൾ, 2 ചിറകുകൾ, പക്ഷിയും മൃഗവും മനുഷ്യനും കൂടിച്ചേർന്ന ഒരു രൂപമായിട്ട് അദ്ദേഹം അങ്ങ് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സൂര്യനും ചന്ദ്രനുമാണ്. അദ്ദേഹത്തിൻ്റെ ദംഷ്ട്ര കൊക്കാണെങ്കിൽ ഗരുഡൻ്റെ കൊക്ക്, ചിറകുകളാണെങ്കിൽ ഒന്ന് ദുർഗയും ഒന്ന് മഹാഭദ്രകാളിയുടെയും കൂടെയാണ്. ആ ചിറകുകൾ തന്നെ ഭദ്രകാളി പ്രത്യങ്കരിയായി, ദുർഗാദേവി ശൂലിനിയായി. വലിയ വാല്, ഒരു വലിയ ഭീകര സത്വമായിട്ട്, വികൃത സത്വമായിട്ട് അദ്ദേഹം മാറി ജ്വലിക്കുകയാണ്. അതാണ് ശരഭേശ്വരനായിട്ട് മാറി. ആ അവതാരമാണ് ശരഭേശ്വരൻ, മഹാദേവൻ്റെ അവതാരമാണ്. അദ്ദേഹം ആ രീതിയിൽ പറന്നിങ്ങനെ അങ്ങ് വന്നു. കാരണം ഇദ്ദേഹത്തെ ഒന്ന് ഒതുക്കിയേ പറ്റുള്ളൂ. ഉഗ്രനരസിംഹമായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഒതുക്കാതെ പറ്റില്ല. ലോകമംഗളം സംഭവിക്കണം. അദ്ദേഹം ആ രൂപത്തിൽ പറന്നു വന്ന ചിറകടിയുടെ ശബ്ദം ഇങ്ങനെ കേട്ടപ്പോൾ, അദ്ദേഹം ശരഭേശ്വരൻ്റെ നിഴൽ വീണപ്പോൾ, ആ ഒരു വരുന്നതിൻ്റെ സാമീപ്യം കൊണ്ടുണ്ടായ ഭയങ്കര ഉഗ്ര കൊടുങ്കാറ്റ് പോലത്തെ കാറ്റ് വീശിയപ്പോൾ പതുക്കെ പതുക്കെ ആ ഉഗ്രത അദ്ദേഹത്തിന് കുറഞ്ഞു. നരസിംഹമൂർത്തിയുടെ ഉഗ്രത കുറഞ്ഞു. പക്ഷേ പെട്ടെന്നൊന്നുമല്ല, 18 ദിവസം അത് നീണ്ടു നിന്നു എന്നുള്ളതാണ്. സാവകാശം 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 കുറഞ്ഞു. അങ്ങനെ ആയപ്പോൾ എന്തായി? ശരഭേശ്വരൻ ഉഗ്ര നരസിംഹമൂർത്തിയുടെ 18ാം ദിവസം ആ ഉഗ്ര നരസിംഹമൂർത്തിയുടെ 2 കാലും കൊത്തിക്കീറി. അപ്പോഴാണ് മഹാവിഷ്ണുവിന് സ്വയം ഒരു ബോധ്യം വന്നത്. ഞാൻ ലോകമംഗളത്തിന് നിൽക്കേണ്ട പ്രപഞ്ചനാഥനാണ്, ഞാൻ എന്താ ഇങ്ങനായി പോകുന്നത്? അത് അദ്ദേഹത്തിനൊരു തിരിച്ചറിവ് വന്നപ്പോഴാണ്. ആ സമയത്താണ് മഹാലക്ഷ്മി, അവർ പോലും അടുത്തോട്ട് പോകാൻ പേടിയായിരുന്നു. മഹാലക്ഷ്മി ഭഗവാൻ പ്രഹ്ലാദനെ പറഞ്ഞു വിട്ടു, നീ തന്നെ പോകൂ, നിനക്ക് വേണ്ടിയല്ലേ അദ്ദേഹം അവതാരം എടുത്തത്, നീ തന്നെ പോയി അദ്ദേഹത്തെ സ്തുതിക്കൂ എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ പോയി. പ്രഹ്ലാദനെ കണ്ട ഉടനെ മഹാവിഷ്ണു വാരിപ്പുണർന്നു, അവനെ ചുംബിച്ചു, അവനെ മടിയിലിരുത്തി, അവൻ സ്തുതി തുടങ്ങി. അങ്ങനെ എല്ലാ ദേവീദേവന്മാരും കൂടെ സ്തുതി തുടങ്ങി. മഹാവിഷ്ണു തന്നെ ശരഭേശ്വരനെ സ്തുതിച്ച് അദ്ദേഹത്തിനെയും പ്രസാദിപ്പിച്ചു. അങ്ങനെ ശങ്കരൻ നാരായണ സ്വരൂപങ്ങളാണ് ഉഗ്ര നരസിംഹമൂർത്തിയും ശരഭേശ്വരമൂർത്തിയും. നമ്മളെല്ലാവരും എല്ലാ സമയത്തും ഈ 2 ശങ്കര നാരായണ സ്വരൂപത്തിൻ്റെ അനുഗ്രഹം കിട്ടാനാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് തമിഴ്നാട്ടിൽ കുംഭകോണത്തിനടുത്ത് ത്രിഭുവനം എന്ന സ്ഥലത്ത് ശരഭേശ്വര ക്ഷേത്രമുണ്ട്. ജന്മജന്മാന്തര ശാപ പാപ ദോഷ ദുരിതങ്ങൾ, നമ്മുടെ ആഭിചാര കർമ്മദോഷങ്ങൾ, നമ്മുടെ ശത്രുദോഷങ്ങൾ, നമ്മുടെ എന്ത് ദോഷങ്ങളും ക്ഷുദ്രകർമ്മങ്ങളും ആഭിചാരം നമുക്ക് എന്ത് ദോഷം എവിടെ എവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം തന്നെയും ആ ക്ഷേത്ര ദർശനം കൊണ്ട് മാറിക്കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയെപ്പോലും ശാന്തനാക്കി സ്വസ്ഥമാക്കിയ ആ ശരഭേശ്വര സ്വാമി തന്നെയാണ് കുംഭകോണത്ത് ത്രിഭുവനത്തിലിരിക്കുന്നത്, നമ്മളെല്ലാം അനുഗ്രഹിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കാര്യം പറഞ്ഞു തരാനും കൂടിയാണ് ഇന്നിപ്പോൾ ഈ യൂട്യൂബ് ചെയ്തത്. എല്ലാവർക്കും ശങ്കരനാരായണന്മാരുടെ ഉഗ്രനരസിംഹമൂർത്തിയുടെയും ശരഭേശ്വരമൂർത്തിയുടെയും അനുഗ്രഹവും എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ്.